അപ്പോൾ ഇത് ഒരിക്കൽ ചോദിച്ചു, ഞാനൊരു സൈക്കോളജിസ്റ്റാണ്, എൻ്റെ പേര് ശ്രീധരൻ നമ്പൂരി എന്നാണ്. അപ്പോൾ ഒരു നോവൽ കഴിഞ്ഞ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, മാൻഗൈൻഡ് ആണ്, അപ്പോരി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ ഗ്രന്ഥം ഉദ്ദേശിക്കുന്നത് ഒരു ക്രൈം ത്രില്ലർ നോവലാണ്. പക്ഷേ സ്പിരിച്വൽ കാര്യങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഇന്ന് മോഡേൺ ലോകത്ത് സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വെറുപ്പാണ്, തന്നെയല്ല അത് മനസ്സിലാവത്തില്ല, ഞങ്ങൾക്കൊന്നും പറ്റിയതല്ല എന്നൊരു ചിന്താഗതി ഉള്ളതുകൊണ്ട് ഒരു സാധാരണ നോവലിൻ്റെ രീതിയിലേക്ക് അത് കൊണ്ടുവന്നിട്ട് പറയുക. അപ്പോൾ എങ്ങനെയാണ് ഇതൊരു ആളുകളെ സംസ്കൃതചിത്തരാക്കുന്നതെന്ന് ഒരു ദിവസം എൻ്റെ മോൾ എന്നോട് ചോദിക്കുകയുണ്ടായി. അച്ഛൻ പറഞ്ഞു വായിക്കണമെന്ന് പറഞ്ഞു, വായിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സംസ്കരിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, കേട്ട് പരിചയമുള്ളവരെ മറ്റൊരാളെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു ആദ്യം വിദ്യാഭ്യാസം എങ്ങനെ ഒരാളെ സംസ്കൃതത്തിനാക്കുന്നത് മനസ്സിലാവും. ഒരു കണക്ക് മാസം 2, 4 അല്ലെങ്കിൽ ഇങ്ങനെ കണക്ക് കൂട്ടി പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തെ ഫുള്ള് നമ്മൾ എംപ്റ്റി ആയിക്കൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായി കേൾക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മാത്രമാണ് നമുക്കത് പഠിക്കാൻ പറ്റുന്നത്. അങ്ങനെ കേട്ട് 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 ശീലമുള്ള ഒരാൾക്ക് ഒരു മനുഷ്യനെ കേൾക്കാനും മനസ്സിലാക്കാനും ഉള്ള ഒരു കഴിവ് തന്നെ ഉണ്ടായിരുന്നു. ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം കുട്ടികൾക്ക് ഈ വീഡിയോ ഗെയിമിൽ വെടിവെച്ച് കൊന്നു പോകുന്ന സംഭവമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വാഗിങ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചു, വാഗിങ് കാര്യങ്ങൾ കുട്ടികൾ മരിക്കുന്നതിന്റെ കാരണം ഇന്നത്തെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന എഴുത്തും വായന നഷ്ടപ്പെടുന്നതുള്ള പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്. ആസ് എ സൈക്കോളജിസ്റ്റ് ഒരുപാട് കേസുകൾ ഡീൽ ചെയ്യുന്നത് അറിയാം. കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം അവര് മറ്റൊരാൾക്കുള്ളിൽ ഒരു ഹൃദയമുണ്ടെന്നോ അവനൊരു വേദന ഉണ്ടെന്നോ അവൻ എന്താണ് മറ്റൊരാൾക്ക് എൻ്റെ കൂട്ടൊരു മനസ്സുണ്ടെന്നോ ഒന്നും അറിയില്ല. ഈ മൊബൈലാണ് ആ സംഭവമാണ്. മുഖത്തോട് പോലും നമുക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. അവർ മുഖത്ത് നോക്കി സംസാരിക്കുന്നില്ല. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മെസ്സേജ് അയപ്പാണ്. അപ്പൊ നമ്മൾ ആ ശീലം കൊണ്ട് ഞാൻ പറയും നേരെ നോക്കി സംസാരിക്കുന്ന പറയും. എന്റെ മോളെ ഞാൻ നോക്കി സംസാരിക്കാതെ ഞാൻ മാറ്റി നിർബന്ധപൂർവ്വം വാശിപ്പുറത്ത് പറഞ്ഞ് മാറ്റുമായിരുന്നു. കാരണം ഈ മൊബൈലിൽ ഇങ്ങനെ മെസ്സേജ് അയക്കാൻ ചെയ്യണം. മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, മറ്റൊരുത്തരെ മനസ്സിലാവുന്നില്ല. അപ്പം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് വായിക്കണമെങ്കിൽ ആ എഴുതിയ ആളുടെ മനസ്സും കാര്യങ്ങളും മനസ്സിലാവണമെങ്കിൽ ക്ഷമയോടെ ഇരുന്നു ഞാൻ എംപ്റ്റി ആയിട്ട് എൻ്റെ ഞാനുള്ള ചിന്താഗതി ഇല്ലാതെ ഇരുന്ന് അത് ശ്രദ്ധിക്കുമ്പോൾ മാത്രമാണ് നമുക്കിത് മനസ്സിലാവുന്നത് എന്താണ് സംഭവം. ആ ശീലമുള്ള ആൾ കേൾക്കും. അല്ലാത്ത ആളുകൾ അപ്പൊ എന്നോട് ചോദിച്ചു, വിവാഹം കഴിക്കുമ്പോൾ എന്താണ് വിദ്യാഭ്യാസത്തിന്റെ പ്രസക്തി അല്ലെങ്കിൽ എഴുത്ത് വായനയുടെ പ്രസക്തി? വായിക്കാവുന്ന ഒരാളെ വിവാഹം കഴിച്ചുള്ള ഗുണം എന്താണ്? ഇത്രേ ഉള്ളൂ. നമ്മൾ പറഞ്ഞ് ശ്രദ്ധിച്ച് കേൾക്കും. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നിനക്ക് ഒരുപാട് എളുപ്പമുണ്ടാകും. മോളോട് പറഞ്ഞാൽ നിനക്ക് വിവാഹം കഴിക്കുന്ന ആൾ വിദ്യാഭ്യാസം അതിന് വായന ശേഷിയുള്ള ആളാണെങ്കിൽ അയാൾ നിന്നെ കേൾക്കും. മറ്റേ നിനക്ക് പറയണ്ട ഞാൻ പറഞ്ഞോട്ട് ചെയ്തോളൂ, അല്ലെ അങ്ങോട്ട് മനസ്സിലാക്കിക്കാനുള്ള ശ്രമമായിരിക്കും. അപ്പൊ ഇതിന്റെ ആകെ തുക ഇത്രേ ഉള്ളൂ. ധർമ്മം എന്ന് പറയുന്ന സാധനം ഇന്ന് നഷ്ടപ്പെടും. ധർമ്മം മഹാഭാരതത്തിലാണ് ഏറ്റവും മനോഹരമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആയിരക്കണക്കിന് കഥാപാത്രങ്ങളും ആ കഥാപാത്രങ്ങൾ ധർമ്മം പാലിക്കുന്നതിനുള്ള വീഴ്ചയും ആ വീഴ്ചയിലൂടെ എങ്ങനെ അവരുടെ ലൈഫില് അപകടങ്ങൾ അവർ മരിച്ചെങ്ങനെയാണെന്നുള്ളതാണ് മഹാഭാരതം പറയുന്നത്. ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ധർമ്മം. അപ്പൊ അത് ഒരു പുതിയ രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ഒരുപാട് അറിവുള്ള ആളുകൾ നിസാർ സാറിന്റെ കൂട്ടും ഒരുപാട് ആളുകൾ മുന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ഇങ്ങനൊരു ചടങ്ങിൽ വരാൻ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയത് ഒരുപാട് എഴുത്തുകാരെയൊക്കെ കാണുന്നുണ്ട്. ഭാവിയിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ രീതിയിൽ ചെയ്യാനുണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് എല്ലാവർക്കും അവിടെ ഒരുപാട് ആളുകൾ ഇരിപ്പുണ്ട്. അപ്പം ഇങ്ങനൊരു കുടുംബ സംഗമം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവർക്കും വളരെ സന്തോഷം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന എല്ലാവർക്കും സായി വിജയ് സാർ അങ്ങനെയുള്ള എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഒരുക്കി തന്ന ഇതുപോലെ ചാൻസ് ഞാൻ ഒരുക്കി തന്ന മാൻഗൈൻഡ് ലിറ്ററേച്ചറിനും അതുപോലെ സായി ചേട്ടനും ഒരുപാട് നന്ദി. താങ്ക് യു. ഒരു പ്രകാശനം കൂടി നടക്കുന്നുണ്ട്. നന്ദന തന്റെ ഇളയ സഹോദരൻ കണ്ണന്റെയും മറ്റു
ദേശവാസികളുടെയും സ്വപ്നങ്ങൾ വീണ്ടെടുക്കാൻ പുറപ്പെടുന്ന രാജകുമാരൻ എന്ന കുട്ടിയുടെ ആവേശകരമായ സാഹസിക യാത്രയുടെ കഥയാണ് ആകാശപഥ്. കുട്ടികളുടെ ഭാവനയെ ആകാശത്തോളം വിശാലമാക്കുന്ന രചന.